എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് റെഗുലറായി ഇടുന്ന വീഡിയോ കറക്റ്റ് സമയം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് ഇവിടെ ഇന്നലെ മുതൽ തുടങ്ങിയ വലിയ മിമിക്രി പ്രോഗ്രാം അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാൻ വരെ ഉള്ള സമയം കിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. നമ്മുടെ മന്ത്രി സജി ചെറിയാൻ്റെയും LDF കൺവീനർ TP രാമകൃഷ്ണൻ അവരുടെയൊക്കെ പ്രസൻറ്റേഷൻ അപാരമായിരുന്നു. ഒരാൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് കിടക്കയെടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ മുങ്ങിക്കളഞ്ഞു. കാരണം ജീവൻ ഭയമുണ്ടായി. അന്ന് ആ മുങ്ങിയതിൻ്റെ ഫലമാണ് അദ്ദേഹം ഇന്നിപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രി ആകാൻ പറ്റില്ലായിരുന്നു, പരലോകത്തായിരുന്നേനെ. പക്ഷേ കൺവീനർ പറയുന്ന നേരെ തിരിച്ചാണ്. ഗവൺമെൻറ് ആശുപത്രിയിൽ ഉള്ള കാരണം അദ്ദേഹം ഇന്ന് LDF കൺവീനർ ആകാൻ സാധിച്ചു. ഇതാണ് ഈ മിമിക്രി പരേഡായി അവർ പ്രസൻറ്റ് ചെയ്തത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി. എന്തായിരുന്നാലും ഒരു കാവൽ മാലാഹയെപ്പോലെ വീണ ജോർജിനൊപ്പം മന്ത്രി വീണ ജോർജിനൊപ്പം നിന്ന മന്ത്രി സജി ചെറിയാൻ അവസാനം ഇങ്ങനെ അവരെ പടുകുഴിയിൽ ചാടിക്കുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷെ സാരമില്ല, ഒരു സ്ത്രീയാണ്. അത് ഒരു റെസ്ക്യൂസ് സംഘമില്ലാഞ്ഞിട്ടും അങ്ങേ വടക്കേ അറ്റത്തുനിന്ന് ഒരു കുടുംബത്തെ മൊത്തം കണ്ണീരിലാക്കി കളഞ്ഞ കാരണക്കാരിയായ ഒരു PP ദിവ്യ അവർ സഹായത്തിനെത്തിക്കഴിഞ്ഞു. കാരണം എല്ലാ കളിയും കളിച്ചാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ PP ദിവ്യ. ചെറുങ്ങനെ നീണ്ട PP എന്ന് നീട്ടി വിളിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ. പക്ഷേ ഈ മന്ത്രി വീണ ജോർജ് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനിയെങ്കിലും ഈ മന്ത്രി ഒന്ന് വിചാരിക്കണം, എല്ലാവരും വിശ്വസിക്കരുത്. സമയം കിട്ടിയാൽ അവർ എല്ലാവരെയും പിൻകാല് കൊണ്ട് തൊഴിക്കും. അതൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാരമില്ല, ജനങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പിന്നെ പലരും നിങ്ങളെ രാജിവെക്കാൻ പറയുന്ന കാര്യമൊന്നുമില്ല. ആകെയുള്ള കുറച്ച് മാസങ്ങളാണ്. മാക്സിമം അതെന്തൊക്കെ ബെനിഫിറ്റ് കിട്ടാൻ പറ്റും അത് നിങ്ങൾ ശ്രമിക്കുക, ബെനിഫിറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇതിലൊന്നും വലിയ കാര്യമാക്കണ്ട. പിന്നെ സജി ചെറിയാൻ സാരമില്ല, നിങ്ങളുടെ നാട്ടുകാരിയാണ്. അതുകൊണ്ട് കുറച്ച് വലിയ ദൂരമില്ല, അടുത്താണേലും. പക്ഷെ നിങ്ങൾ ഇത്ര ഒരു മാനസികമായിട്ട് തകർക്കരുതായിരുന്നു. എന്തൊരു അഭിനയം, സൂപ്പർ ത്രെഡായിരുന്നു. സജി ചെറിയാൻ ആക്ച്വലി ഇത്രയും ഒരു മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് കേരളീയർക്ക് ആർക്കും പലരും എന്നെ ഫോൺ ചെയ്തു പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇനിയുള്ള എല്ലാ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാൾക്കും ബുക്ക് ചെയ്യുക. ആൾക്കാർ ഒത്തിരി കൂട്ടമുണ്ടാകും, അവിടെ കണ്ടെത്താൻ പറ്റും. കാരണം ഇവർ സജി ചെറിയാനാണെങ്കിൽ നമ്മുടെ അടൂർ ബാസിയൊക്കെ അങ്ങനെ അടൂർ ബാസി, ഒടുവിലുണ്ണികൃഷ്ണൻ, മാള അരവിന്ദൻ, ഇന്നസെൻ്റ്, അതങ്ങനെ പോകുന്നുണ്ട്. ആലുംമൂടൻ, നമ്മുടെ കുതിരവട്ടം പപ്പു, ഓടിക്കോൾ, അത് നമുക്കതിനൊരു അന്തമില്ല. ഇങ്ങനെ പല കഥാപാത്രങ്ങളെയും, ഹാസ്യ കഥാപാത്രങ്ങളെയും മിമിക്രി കഥാപാത്രങ്ങളെല്ലാം പിന്നിൽ തള്ളിക്കൊണ്ട് ഇപ്പോൾ തുടങ്ങിയ ആ ഒരു പരേഡ് കാണേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഈവൻ ആരും കണ്ടുപിടിക്കാത്ത ശൈലിയാണ്. അതുകൊണ്ട് ഇനിയുള്ള അമ്പലങ്ങളിൽ എന്തിന് പ്രോഗ്രാം ഉണ്ടെങ്കിൽ മന്ത്രി സജി ചെറിയാനെ വിളിച്ചാൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു തരും. ഒരു കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ആരോ പ്രതി ഇദ്ദേഹത്തിന് എന്തോ കാര്യമായ കുഴപ്പം വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് പല ബുദ്ധിമുട്ടുകളും
അദ്ദേഹത്തിൽ നിന്നും പാർട്ടിക്കാർക്കുണ്ടാകുന്നു. അതെന്താണ് കാരണമെന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കൾ, മന്ത്രി സജി ചെറിയാനെ നിങ്ങൾ സൗമ്യമായി ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനോട് അടുക്കലെത്തിക്കുക. അദ്ദേഹത്തിന് അടിയന്തരമായി ഒരു ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മണിക്കൂറും പല ആട്ടക്കലാശങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ പാർട്ടിയെ ഇത്ര രീതിയിൽ ഈ ലെവലിൽ കൊണ്ട് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഈ മിമിക്രി തന്നെയാണ്. പാവം ആ വീണ ജോർജിനെ ഇത്രയും ഈ പടുകുഴിയിൽ അദ്ദേഹത്തിന് എത്തിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരുപക്ഷെ മറ്റാരെങ്കിലും കണ്ടുവച്ചിരിക്കാം. ആ മന്ത്രി കസേരയിൽ ആരെങ്കിലും ഉണ്ണമുട്ടിരിക്കാം. ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ട്. പെണ്ണുങ്ങളുടെ ലിസ്റ്റ് ഒത്തിരിയുണ്ട്. നമ്മൾ വളരെ കഴിവുള്ള പെണ്ണുങ്ങൾ LDFിലുണ്ട്. അവരുടെ വ്യക്തിത്വം വഴികൾ ശരിക്ക് വ്യക്തിത്വമുള്ള പലരുമുണ്ട്. അവർ കൂടെ ഒന്ന് രംഗപ്രവേശനം ചെയ്യാൻ വളരെ ക്ലിയർ. അപ്പം നല്ലൊരു ടീമാകും. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾക്ക് സജി ചെറിയാൻ്റെ മിമിക്രി പരേഡ് ബുക്ക് ചെയ്യണമെങ്കിൽ മന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ എന്ത് സ്ക്രിപ്റ്റ് കൊടുത്താലും അങ്ങനെ അപ്പം തന്നെ ഈ മലയാളത്തിൽ തമിഴ് പറയും എഴുത ഏക്കാൻ നടിക്ക പാക്ക. തമിഴിൽ പറയാറുള്ള എഴുത ഏക്ക, അതായത് കഥ മെനയുന്നതും അദ്ദേഹം, കഥ കാണുന്നതും അദ്ദേഹം, കഥയ്ക്കുള്ള എന്താ പറയുക റിസൾട്ട് അതിൻ്റെ മാർക്ക് ഇടുന്നതും അദ്ദേഹം തന്നെയാണ്. അതിനാണ് തമിഴ് പറയുന്നത് എഴുത ഏക്കാൻ നടിക്ക പാക്കാൻ. ഇരവിൽ എതിർവാരുങ്ങൾ, അതായത് ഭാവി ഉടൻ തന്നെ എതിർവാരുങ്ങൾ, ഇരവിൽ വരുന്ന ആളുകൾ എതിർപ്പാക്കണം, പ്രതീക്ഷിക്കുക എന്നുള്ള ഇത്. എന്തായാലും അദ്ദേഹത്തിനെ നമുക്കൊന്നും കിട്ടത്തില്ല. ഈസ് എ വെരി ബിസി മാൻ. ഈ മിമിക്രി പരേഡിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിക്കുള്ള ഒരു വലിയൊരു സമ്മാനം അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കും. മറ്റുള്ളവർ ഗോവിന്ദ. ഈ മിമിക്രി പരേഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.